സെപ്റ്റംബർ 18 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ യൂമനസ്, വിശുദ്ധ എവുസ്റ്റോർജിയൂസ്, വിശുദ്ധ ജോസഫ് കുപ്പത്തീനോ, വിശുദ്ധ ഫെറോയോളൂസ്, വിശുദ്ധ ഹിഗ്ബോൾഡ്, വിശുദ്ധ ലിമോജസ്. വിശുദ്ധ ജോസഫ് കുപ്പത്തീനോ 1602 1663 കാലഘട്ടത്തിലാണ് വിശുദ്ധ ജോസഫ് കുപ്പത്തീനോ ജീവിച്ചിരുന്നത്. 1603 നേപ്പിൾസ് രാജ്യത്തിലെ നാർഡോ രൂപതയിലെ കുപ്പത്തീനോ എന്ന സ്ഥലത്ത് ഒരു ചെരുപ്പ് കുത്തിയുടെ മകനായി ജോസഫ് ദേശ ജനിച്ചു. 8ാമത്തെ വയസ്സ് മുതൽ അവന് സമാധി ദർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അതിനാൽ കൂട്ടുകാർ അവനെ വാപൊളിയൻ എന്നാണ് വിളിച്ചിരുന്നത്. ബാല്യവും കൗമാരവും ലാളിത്യത്തിലും നിഷ്കളങ്കതയിലും വിശുദ്ധ ജോസഫ് കഴിച്ചുകൂട്ടി. കുറേ നാൾ ഒരു തോൽപ്പണിക്കാരൻ്റെ കൂടെ ജോലി ചെയ്തു. വായ തുറന്ന് അലക്ഷ്യമായി നടക്കുകയും പഠിക്കാൻ മന്ദഗതിക്കാരനും ചിന്താശൂന്യനുമായിരുന്ന ജോസഫിനെ അവൻ്റെ അമ്മ ഒരു ശല്യമായി കരുതി മോശമായി അവനോട് പെരുമാറുകയും ചെയ്തിരുന്നു. മുൻകോപമുള്ളതുകൊണ്ട് മറ്റുള്ളവരും അവനെ വെറുത്തു. 17ാമത്തെ വയസ്സിൽ ഫ്രാൻസിസ്കൻ സഭയിൽ ചേരുവാൻ ശ്രമം നടത്തിയെങ്കിലും അവനെ അവിടെ സ്വീകരിച്ചില്ല. പിന്നീട് കപ്പൂച്ചൻ സഭയിൽ ചേർന്ന് 8 മാസം കഴിഞ്ഞപ്പോൾ അവർ അവനെ പറഞ്ഞയച്ചു. കാര്യങ്ങളൊന്നും നേരാവണ്ണം ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് തിരിച്ചു പോരേണ്ടതായി വന്നത്. പിന്നീട് ലാഗ്രോട്ടെല്ല എന്ന സ്ഥലത്തെ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ അവന് കന്നുകാലി നോട്ടക്കാരൻ്റെ ജോലി കിട്ടി. പ്രായശ്ചിത്തങ്ങളും എളിമയും അനുസരണയും, ചെയ്യുന്ന ജോലി ശ്രദ്ധയോടെ ചെയ്യുകയും തപസ് ചെയ്ത് കൂടുതൽ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന വിശുദ്ധ ജോസഫിന് തൻ്റെ സെമിനാരി പരീക്ഷയ്ക്കിടയിൽ പരിശോധകൻ അവനോട് നന്നായി അറിയുന്ന ഒരേ ഒരു കാര്യം വിശദീകരിക്കാൻ ആവശ്യപ്പെടുകയും അത് ശരിയായി വിശദീകരിച്ച ജോസഫിന് ആദ്യം ഡീക്കനായും പിന്നീട് പൗരോഹിത്യം നൽകുകയും ചെയ്തു. ദൈവനിവേശിതമായ വിജ്ഞാനം, ഏത് ദൈവശാസ്ത്ര പ്രശ്നവും കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിന് നൽകി. പരഹൃദയജ്ഞാനവും പ്രവചനപരവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അന്തരീക്ഷത്തിലൂടെ പറക്കുവാനുള്ള കഴിവുണ്ടായിരുന്നുവെന്നും പള്ളിയുടെ വാതിൽക്കൽ നിന്ന് ബലിപീഠത്തിലേക്ക് ജനക്കൂട്ടത്തിൻ്റെ മീതെ പറക്കുന്നത് 100 കണക്കിന് ആളുകൾ കണ്ടിരുന്നുവെന്നും ജീവചരിത്രകാരന്മാർ പറയുന്നു. ഒരിക്കൽ അദ്ദേഹം പറന്ന് ഒരു ഒലിവ് മരത്തിൻ്റെ കൊമ്പിലിരുന്ന് അരമണിക്കൂർ ധ്യാനിക്കുകയുണ്ടായി. ഈ ദൃശ്യ പ്രകൃതിയാതീത സംഭവങ്ങൾ കണ്ട് ജനങ്ങൾ ആശ്രമത്തിൽ തിങ്ങിക്കൂടിയിരുന്നതിനാൽ അദ്ദേഹത്തെ അജ്ഞാതമായ ആശ്രമങ്ങളിലേക്ക് മാറി മാറി അയച്ചുകൊണ്ടിരുന്നു. ഒരു വിശുദ്ധൻ്റെ നാമമോ ദേവാലയ മണിനാദമോ കേട്ടാൽ മതി, അദ്ദേഹം സമാധിയിലാകുമായിരുന്നു. കുർബാനയിൽ അദ്ദേഹം പലപ്പോഴും വായുവിൽ പൊങ്ങിക്കിടന്നിരുന്നതായി പറയപ്പെടുന്നു. ഒരിക്കൽ ക്രിസ്മസ് ഗാനങ്ങൾ ആലപിക്കുമ്പോൾ അവൻ ബലിപീഠത്തിലേക്ക് ഉയർന്ന് വായുവിൽ മുട്ടുകുത്തി ഉന്മത്തമായ പ്രാർത്ഥനയിൽ എത്തിച്ചേരുമായിരുന്നു. കുമ്പസാരക്കൂട്ടിലെ സഹായവും ഉപദേശവും തേടി കൂട്ടത്തോടെ അവനിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തിയിരുന്നു. വിമാനയാത്രക്കാരുടെയും പഠന വൈകല്യമുള്ളവരുടെയും പൈലറ്റുകാരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷാധികാരിയായിട്ടാണ് വിശുദ്ധനെ തിരുസഭ അംഗീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മാനസിക വൈകല്യമുള്ളവരുടെയും രക്ഷാധികാരിയായിട്ട് തിരുസഭ അംഗീകരിച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂമിയിലായിരിക്കെ നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾക്കറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം ചോദിക്കാനുള്ള ദൈവകൃപ ദൈവത്തിൽ നിന്ന് ലഭിച്ച വിശുദ്ധ ജോസഫിൻ്റെ പ്രാർത്ഥന മൂലം ഞാനിപ്പോൾ തയ്യാറെടുക്കുന്ന പരീക്ഷകളിൽ എനിക്ക് സമാനമായൊരു അനുഗ്രഹം നേടിത്തരണമേ. ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും ലഭിച്ചതിനുള്ള നന്ദി അറിയിക്കുമെന്നും ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് അങ്ങേ മാധ്യസ്ഥം അപേക്ഷിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വിശുദ്ധൻ്റെ പ്രാർത്ഥനയും ഭക്തിയുമുള്ള ജീവിതം ഞാനും അനുകരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. വിശുദ്ധനായ ജോസഫ് കുപ്പത്തീനോയെ ഞങ്ങൾക്ക് വേണ്ടി കർത്താവായ ദൈവത്തോട് അപേക്ഷിക്കണമേ. ആമേൻ.